പൗരോഹിത്യത്തിന്റെ അത്ഭുതകരമായ ഒരു സത്യം. ആരാണോ ഏറ്റവും ആഴത്തിൽ എളിമപ്പെടുന്നത് അവനാണ് ഏറ്റവും കൃപയാർന്ന പുരോഹിതൻ എന്ന് മിശിഹാ തമ്പുരാൻ പഠിപ്പിക്കുന്നു. മിശിഹാ തമ്പുരാന് വേണ്ടത് അസാധാരണ ബുദ്ധിവൈഭവമോ സംഘാടക പാഠവമോ ഗാന ചാതുരിയോ പ്രസംഗ പാഠവോ ഉള്ള വൈദികരല്ല. അതൊക്കെ ഈശോ പരിഹരിക്കാൻ കർത്താവിന് പുരോഹിതനിൽ പറ്റാത്ത ഒരേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ എളിമയില്ലാത്ത ഹൃദയം. എളിമയും വിനയവും ഇല്ലാത്ത ഹൃദയമുള്ള വൈദികരെ കൊണ്ട് കർത്താവിന് ഭാരവും ശല്യവുമേ ഉള്ളൂ എന്നതാണ് പരമാർത്ഥം. തമ്പുരാൻ പറഞ്ഞത് കേൾക്കില്ല, തിരുസഭ പറഞ്ഞത് അനുസരിക്കില്ല. അത്തരം വൈദികര് തിരുസഭയ്ക്ക് അനുഗ്രഹമാണോ ഭാരമാണോ എന്ന് സമകാലിക ലോകത്ത് നാം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവര്, ഈ പാദം കഴുകി പൗരോഹിത്യം സ്ഥാപിക്കുന്ന ഈശോ മിശിഹായുടെ ഈ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നാം ഏറെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം നാം ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ അത്രമേൽ പരിശുദ്ധമാണ്, നാം നിൽക്കാൻ പോകുന്ന സ്ഥലം അത്രമേൽ സംശുദ്ധമാണ്, നാം ഉച്ചരിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെതാണ് എന്ന സത്യം. പരിശുദ്ധി പൗരോഹിത്യത്തിന് അലങ്കാരമല്ല, പൗരോഹിത്യത്തിന്റെ അസ്തിത്വമാണ് പരിശുദ്ധി എന്ന സത്യം ഓർക്കുക. സഭാപിതാവായ ക്രിസോസ്തോം പറയുകയാണ്, പാപാവസ്ഥയിൽ കർത്താവിന്റെ ബലിവേദിയിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ പിശാചിനേക്കാളും നികൃഷ്ടനായ വ്യക്തിയാണ്. കാരണം എന്ത്? പിശാച് ഒരിക്കലും ആ കർത്താവിന്റെ തിരുസന്നിധി കയറി നിൽക്കാൻ ധൈര്യപ്പെടില്ല എന്ന് മാത്രമല്ല, അബദ്ധത്തെങ്കിലും കർത്താവിന്റെ മുമ്പിൽ പെട്ടുപോയാൽ പിശാച് ആലില പോലെ വിറച്ച് സംസാരശേഷി അറ്റവനെ പോലെ നിൽക്കും. പക്ഷേ കർത്താവിന്റെ പുരോഹിതൻ പാപാവസ്ഥയിൽ ആൾത്താരെ കയറി നിന്ന് കർത്താവിന്റെ അതേ ശുശ്രൂഷ അവന്റെ നാമത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ മാലാഖമാർ മുഖം പൊത്തി നിലവിളിച്ച് കരയുന്നു, പിശാചുക്കൾ അവനെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നു എന്ന ക്രിസോസ്തോമിന്റെ ധ്യാനം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏലിയ അണിയിച്ചതുപോലെ അവന്റെ അതേ മേലങ്കി അണിയിച്ച് വിശുദ്ധീകരിച്ച നമുക്ക് പരിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത ആവശ്യമാണ്. ഇതേ സഭാപിതാവ് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മഹാവിരുന്നിന്റെ ഉപമ വ്യാഖ്യാനിക്കുമ്പോൾ സമാനമായ ഒരു ചിന്ത പറയുന്നുണ്ട്. വിവാഹ വസ്ത്രം അണിയാത്ത ഒരുത്തൻ അവിടെ കണ്ടു, അവനെ കയ്യും കാലും പിടിച്ചു കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതേക്കുറിച്ച് സഭാപിതാവായ ക്രിസോസ്തോം, വിശുദ്ധ ജോൺ ക്രിസോസ്തോം പറയുന്ന പ്രകാരമാണ്, ആ വിരുന്നിന് വന്ന് നിൽക്കുന്നവൻ അത് പുരോഹിതനാണ്. അവൻ വിശുദ്ധിയുടെ വസ്ത്രം അണിയാതെ നിൽക്കുന്നത് കാണുമ്പോൾ അവൻ പുറത്തേക്ക് എറിയപ്പെടാൻ മാത്രമാണ്. ഉറകെട്ടുപോയ ഉപ്പായിത്തീരുന്നവൻ മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഗൗരവമായി ധ്യാനിക്കണം. കാരണം മിശിഹ കഴുകി ശുദ്ധീകരിച്ച നിന്റെ ശരീരം, അവിടുന്ന് തന്റെ തിരുരക്തം കൊണ്ട് വിശുദ്ധീകരിക്കുന്ന നിന്റെ നാവുകള്, പരിശുദ്ധാത്മ അഭിഷേകം പതിയുന്ന നിന്റെ ശിരസും കരങ്ങളും ജീവിതത്തിൽ സംശുദ്ധിയോടെ സൂക്ഷിക്കാൻ പ്രിയ മകനെ നിനക്ക് കഴിയുമ്പോഴൊക്കെയും നീ പൗരോഹിത്യത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാകും. എന്നാൽ എന്നാണോ ഈ പൗരോഹിത്യത്തിന്റെ പരിശുദ്ധിയെ നീ അവഗണിക്കുന്നത്, അന്ന് ഇതെല്ലാം പാഴ്വേലയായിത്തോ. അങ്ങനെ ഒരുത്തന്റെ കഥയും കൂടി സുവിശേഷത്തിൽ ഈശോ എന്ന് പറഞ്ഞു വെച്ചത് യൂദാസിന്റെ കഥയും.